നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ കരവഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പാലോട്ടൂരി APCCയുടെ ജനറൽ സെക്രട്ടറിമാർ M. ബിജു, വിവേകൻ, മറ്റ് പ്രിയപ്പെട്ട നേതാക്കന്മാര്, സഹായികളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമങ്ങൾ, സഹകരണ നിധിയുടെ നേതൃത്വത്തിൽ സമരത്തിനിടയാക്കിയ സാഹചര്യം സഹകരണ മേഖലയെ ഞെക്കിക്കൊല്ലാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സരിക്കുന്നു. കേന്ദ്രമാണെങ്കിൽ നേരിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേന്ദ്രത്തിൽ ഒരു സഹകരണ വകുപ്പ് രൂപീകരിച്ചപ്പോൾ അന്ന് സഭയിൽ അംഗങ്ങളായിരുന്ന ഞങ്ങളൊക്കെ ഒരു കാര്യമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റായി കണക്കാക്കേണ്ടതാണ്. കാരണം സഹകരണ മേഖല ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിലാണ് പോകുന്നത്. താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചേർന്നൊരു സംസ്ഥാനം കേരളം. നിങ്ങളൊരു പൊതു നിയമം കൊണ്ടുവരുമ്പോൾ അത് ഏറ്റവും ബാധിക്കുന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വകുപ്പ് പ്രത്യേകിച്ച് അമിത്ഷാ ഇതിന്റെ വകുപ്പ് ഏറ്റെടുത്തപ്പോൾ തന്നെ അപകടം എല്ലാവരും മണക്കാം. കാരണം ഗുജറാത്തിലെ ഇങ്ങനെ ചില സർക്കസ് കാണിച്ചിട്ടാണ് അധികാരം. അതുകൊണ്ട് ആ ഏർപ്പാട് കേരളത്തിൽ വേണ്ട, നിങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് വേണ്ട എന്ന് ഞങ്ങൾ അന്ന് ശക്തമായിട്ട് പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് കേരളത്തിൽ കരുവണ്ണൂർ ബാങ്കിലെ സംഭവ വികാസങ്ങൾ. ഇപ്പൊ കേന്ദ്രം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങള് സഹകരണമൊക്കെ തീരാന്നല്ലേ നിക്ഷേപകര് മുഴുവൻ വഴിയാതാരായി അവരോട് ആത്മഹത്യ ചെയ്യും. അപ്പൊ അവര് ചെയ്യുന്ന, അതായത് കേന്ദ്രം കൊണ്ടുവരുന്ന നിയമത്തിനെ സാധൂകരിക്കുന്ന പ്രവർത്തനങ്ങളും കൂടെ കേരളത്തിലാണ്. ഇത് ഇവര് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്ന് വരെ സംശയം. കേരളത്തിൽ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇത്രയും കാലം അഭിമാനം കൊണ്ടിരുന്നത് സഹകരണത്തിൽ നമ്മൾ 1-ാം സ്ഥാനത്താണ്, എത്രയോ ആളുകളെ സഹായിക്കുന്ന പ്രസ്ഥാനമാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പൊ കേരളത്തിൽ ആദ്യം കരുവണ്ണൂർ ബാങ്കിലാണ് ബാങ്ക് കൊള്ള നടന്നത്. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് കൊള്ളയടിച്ചാണ് നിക്ഷേപകരെ വഴിയാധാരമാക്കി പല ആത്മഹത്യ. സംസ്ഥാന കേരള ബാങ്കിന്റെ ചെയർമാൻ പറഞ്ഞു, ഞങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കാനൊന്നും പേടിക്കണ്ട, ഞങ്ങൾ വേണ്ട സഹായിക്കുക. അപ്പോഴാണ് റിസർവ് ബാങ്ക് പറയുന്നത്, നിങ്ങൾ എന്ത് കണ്ടിട്ടാ സഹായപ്പെട്ടത്? ഇപ്പൊ നിങ്ങൾ അങ്ങനെ തോന്നിയ പോലെ നടക്കാനുള്ള പഴയ സംസ്ഥാന സഹകരണ ബാങ്കൊന്നും അല്ലാതെ നിങ്ങളിപ്പോ കേരള ബാങ്കാണ് ഞങ്ങളുടെ കീഴില, പൂർണ്ണമായിട്ട് ഞങ്ങളുടെ നിയന്ത്രണത്തിൽ ഞങ്ങളാണ് കാര്യങ്ങൾ കൈകാര്യം. അവസാനം ഒരു നിക്ഷേപകനെങ്കിലും സഹായിക്കാൻ പറ്റിയോ? അതിന്റെ ശ്വാസം വിടുന്നതിന് മുമ്പാണ് തിരുവനന്തപുരത്ത് കണ്ടോ ബാങ്ക് ഇതേ രീതിയിൽ തന്നെ കൊള്ളയടിച്ചതാണ്. ഇപ്പൊ നിയമസഹകരണ ബാങ്ക് അതിന്റെ സമരം മറ്റന്നാൾ ഇവിടെ നടക്കുക ഇതേ പേരിൽ. അതിൽ നിക്ഷേപകരെന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷവും CPM. അവരെന്നെയാ പറഞ്ഞത്, സാറ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങളൊക്കെ വെള്ളത്തിലായിരിക്കുകയാണ്, ഞങ്ങളുടെ പാർട്ടി ഞങ്ങളെ നിക്ഷേപകരിൽ മഹാഭൂരിപക്ഷവും CPM. കാരണം അവർ ആ ബാങ്ക് അവർക്ക് മാത്രമേ കാശ് കൊടുക്കാറുള്ളൂ. ആ ബാങ്ക് വരെ കൊള്ളയെടുത്തു. ഇപ്പൊ ED അന്വേഷണം നടക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കരുവണ്ണൂര് ബാങ്കിന്റെ അന്വേഷണം നടത്തിയത് എന്താ ഉണ്ടായത്? ആരെ പിടിച്ചത്? എന്തൊരു ബഹളായിരുന്നു. ആദ്യം AC മൊയ്തീനെ ചോദ്യം ചെയ്യുന്നു, CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് എന്താ റിസൾട്ട് എന്ന് ചോദിച്ചാൽ ഒരു കൗൺസിലറെ പിടിച്ച് കുറച്ച് ദിവസം അകത്ത് കിട്ടും, അദ്ദേഹത്തിനൊക്കെ ചേർത്ത്. അതേ സമയത്ത് അതിന് തുടർ ആക്ഷൻ ഉണ്ടായിട്ടില്ലല്ലോ. മൊയ്തീനെ ചോദ്യം ചെയ്തിട്ടായി. ആ ചോദ്യം ചെയ്യലിന്റെ ഫലമായിട്ട് എല്ലാം അവസാനിപ്പിച്ചോ? ഒന്നുമില്ലല്ലോ. ഇതിന് പകരം എന്താ ഉണ്ടായെന്ന് അറിയോ? കോൺഗ്രസ് ഭരിച്ച കാലത്ത് തൃശ്ശൂർ ജില്ലാ ബാങ്ക് അതിന്റെ പഴയ പ്രസിഡന്റ് ആ ഭരിച്ച കാലത്ത് അഴിമതി ആരെ എഴുതി കൊടുത്തതെന്ന് അറിയില്ല. അതിന് അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ എല്ലാരും പറഞ്ഞ് ഈ കളിവിടെ വേണ്ട, കേരളത്തിലെ ഞങ്ങളെ മാത്രം ചോദിക്കാൻ വരണ്ട, ഞങ്ങൾ ആ ബാങ്കിനെ കുറിച്ച് ജില്ലാ സഹകരണ ബാങ്കിനെ കുറിച്ച് ആർക്കും പരാതിയില്ല. അപ്പൊ
അങ്ങനെ ട്യൂൺ മാറ്റി. അപ്പൊ ഏതെങ്കിലും ഇലക്ഷൻ വരുമ്പോഴാണ് കരുവണ്ണൂർ ബാങ്കിന്റെ ഇ പരിശോധന. അപ്പൊ ആ രീതിയിലായി ഇലക്ഷൻ മാനേജ്മെന്റിന്റെ അവസരമായി ഇ ഇതിലൊക്കെ എടുക്കുക. അപ്പൊ ഈ ബാങ്കുകൾ തർക്കല് മാത്രമല്ല, ഉള്ള ബാങ്കുകൾ UDF ഭരിക്കുന്ന ബാങ്കുകൾ അട്ടിമറിക്കാൻ നോക്കുക. ഷാജിമോൻ എന്റെ മുമ്പിലുണ്ടല്ലോ, അവിടെ എന്താ നടന്ന രാഷ്ട്രീയ ബാങ്കില്? ആ ബാങ്കിലെ വാർഷിക യോഗം അടിച്ചു കലക്കിയതിന്റെ അടുത്ത ദിവസം അത് പിരിച്ചുവിട്ടു. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന UDF ഭരിക്കുന്നതാണ്. അവസാനം ഹൈക്കോടതി അത് റദ്ദാക്കിയിട്ട് പറഞ്ഞു വാർഷിക യോഗം നടത്താൻ പറഞ്ഞു. നടത്തിയപ്പോഴുള്ള അവസ്ഥ എന്താ? യോഗം നടത്താൻ കഴിഞ്ഞു, പക്ഷേ അവിടുത്തെ ജീവനക്കാർക്കൊക്കെ തല്ലുന്നു. ഞാൻ അതിന്റെ മുമ്പിൽ സമരത്തിന് വന്നതാണ്. ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് അവിടെ ജീവനക്കാരെ തെറ്റി. അങ്ങാടിയിൽ തന്നെ അമ്മയോട് കേട്ടിട്ട് ജീവനക്കാരെ തെറ്റി. ഇതും കഴിഞ്ഞപ്പോഴാണ് കോഴിക്കോട് ചേവാർ ബാങ്ക്. ചേവായൂർ ബാങ്കിൽ എന്താ കാണിച്ചത്? അവിടെ ഭരിച്ചിരുന്നവര് കൈയിട്ട് വാരിയപ്പോ കോൺഗ്രസ് പാർട്ടിയെ തീരുമാനമെടുത്തു, ഇത് കൊള്ളക്ക് ഞങ്ങൾ കൂടുതൽ കുറെ ആൾക്കാർ സ്ഥിരമായിട്ട് അങ്ങ് ഭരിച്ചോണ്ടിരിക്കും. കൊള്ള പറഞ്ഞപ്പോ ഇത് ഞങ്ങൾ അംഗീകരിക്കും, പുതിയ പാനലുണ്ടാക്കി ഡെവലേഷൻ കൊടുത്തു. അപ്പോഴാണ് സഖാക്കൾ രംഗത്ത് വരുന്നത്, പഴയ പാനലിനെ സംബന്ധിച്ച്. ഇത് ഇപ്പൊ ഭരിക്കുന്ന ആ പാനലിനെതിരായിട്ട് സമരം ചെയ്ത പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവരെ നിലവിലുള്ളവരെ സ്പോൺസർ ചെയ്തു. മത്സരം നടന്നു. ഹൈക്കോടതി പറഞ്ഞ് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ. 32,000 വോട്ടർമാരുണ്ട് ആ ബാങ്ക്. എനിക്കറിയാം, ഞാൻ അവിടെ നിർക്കാലം എത്തി ചെയ്യുന്നതാണ്. ആ ബാങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. രണ്ടാമത് കോടതി പറഞ്ഞു ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ചിട്ട് മാത്രമേ അകത്ത് വരണം. ആ ഇലക്ഷന്റെ ദിവസം അവസ്ഥ എന്താണ്? 6 മണിക്ക് തന്നെ വ്യാജ വോട്ടർമാരുടെ ക്യൂ. ചേവായൂർ ബാങ്കിന്റെ പ്രവർത്തനം കോഴിക്കോട് സിറ്റിയിലാണ്. പക്ഷെ ക്യൂ നിൽക്കുന്നൊക്കെ നാദാപുരവും മറ്റേ അതുപോലെ വേപ്പയ്യൂരിന്നും കുറ്റിയാടിയിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ ക്യൂ ആണ്. യഥാർത്ഥ വോട്ടർമാര് ചെന്നു. ഞങ്ങളുടെ വോട്ടർ പെട്ടത് ഞങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് ഉണ്ട്. അവിടുത്തെ സഖാക്കൾ നിയോഗിച്ച നമ്മുടെ കൺസ്യൂമർ ഫെഡിന്റെ ചെയർമാൻ മെഹബൂബ് അതിയാണ് ഈ ഗുണ്ടായുസത്തിന് നേതൃത്വം കൊടുത്തത്. അതി അവിടെ പറയാണ് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡൊന്നും ഇവിടെ ആർക്കും കാണുന്ന തിരിച്ചു ദൂരെ കളയും, പെരേക്ക് മാറി തല്ല് കിട്ടണമെങ്കിൽ മാറി. MK രാഘവനും DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനെ ഒക്കെ ദേഹോദരേൽപ്പിക്കാൻ നോക്കിയത്. ഇതിന് അവസാനം പോലീസ് നോക്കുകുത്തിയായിട്ട് നിൽക്കുമ്പോ പാർട്ടി പ്രവർത്തകരെ CPM-ന്റെ ഗുണ്ടകൾ യഥാർത്ഥ വോട്ടർമാരെ അടിച്ചു. 32,000 വോട്ടർമാരിൽ ആകെ വോട്ട് ചെയ്ത് 8,000 വോട്ടർമാരെ വോട്ട്. അതിൽ 2,000 വോട്ട് കള്ള വോട്ട്. എന്നിട്ടും UDF-ന്റെ പാനലിന് 3,000 വോട്ടോളം 8,000 വോട്ട് പോൾ ചെയ്തേ. 32,000 വോട്ടർമാരിലാണ് 8,000 വോട്ട് നോക്കണം. അതിൽ 2,000 കള്ള വോട്ട്. ഇതെല്ലാം ചെയ്ത് ആ ബാങ്ക് പിടിച്ചെടുത്തു. ഇതാണോ ജനാധിപത്യം? ഇതാണോ സഹകരണ മേഖല ജനാധിപത്യത്തിന്റെ? എല്ലാ കൊല്ലം സഹകരണ വാരം ആഘോഷിക്കും. എന്താ സഹകരണ വാര ആഘോഷം? കേന്ദ്രത്തിനെതിരായിട്ട് 4 ഡയലോഗ് അടിക്കും. ഡയലോഗ് മാത്രമല്ല, അപ്പുറത്തേക്ക് പോവില്ല. പിന്നെ ചെല്ലുന്നവർക്കൊക്കെ ഓരോ ഫയലും കുറച്ച് പേപ്പറും ഒരു പെന്നും, അതും ഹോൾസെയിലായിട്ട് എവിടെന്നെങ്കിലും വാങ്ങുന്ന പെന്നുമായിരിക്കും. ഇത് കഴിഞ്ഞൊരു ശാപ്പാട് കൊടുക്കും. ചില ആദ്യത്തെ ദിവസം വെയിറ്റ് ചെയ്യുന്നുണ്ടാകും, 2ാം ദിവസം നോൺ വെജ് ഉണ്ടാകും. അതുകൊണ്ട് സംഭവം ഉണ്ടായി. കൃഷ്ണാവിലേക്ക് പറഞ്ഞിട്ട് ഞാനും ഒരു സെമിനാറിന് പോയതാണ്. സെമിനാറും കാര്യങ്ങളൊക്കെ ഗംഭീരമായി നടന്നു, അത്ര തന്നെ. പക്ഷെ അതിൽ പറയുന്ന പാസ്സാക്കി ഒരു പ്രമേയവും അത് അവരെ തന്നെ ലംഘിച്ചു. അപ്പൊ അതുകൊണ്ട് ഇത് 2 കള്ളന്മാരും. കേന്ദ്രം ഭരിക്കുന്നവരും കള്ളത്തരം കാണിക്കുന്നു, സംസ്ഥാനം ഭരിക്കുന്നവരും കള്ളത്തരം കാണിക്കുന്നു. അതുകൊണ്ട് കേന്ദ്രത്തിനെതിരായിട്ട് സമരം ചെയ്യണമെങ്കിൽ നമ്മൾ തനിച്ച് ചെയ്തോളാം. അതിനൊരു ഇടതുപക്ഷക്കാരുടെ ആവശ്യമില്ല. അവരും കൂട്ടിയിട്ടുള്ള സമരം. കാരണം ഇവർക്കെതിരായിട്ടാണ് മെയിൻ സമരം നടക്കുന്നത്. മറ്റവരെ പിടിച്ചെടുക്കാൻ നോക്കുകയാണെങ്കിൽ കയ്യിലുള്ളത് കൈയിട്ട് വാരുകയാണ്. അതുകൊണ്ട് ഇവിടെ സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ അതിനെ പകർത്തുകയാണ്. ഇത് നമുക്ക് കൈയും കെട്ടി നോക്കിയിട്ടാൻ സാധ്യമല്ല. അതുകൊണ്ട് തീർച്ചയായും നേരത്തെ അവിടെ സൂചിപ്പിച്ചു ഓൺലൈൻ ട്രാൻസ്ഫർ എന്തൊക്കെയാ നടക്കുന്നത്. പണ്ടൊക്കെ സഹകരണ മേഖലയിൽ ഒരു പ്രശ്നം വന്നാൽ സഹകാരികളെല്ലാം ഒറ്റക്കെട്ടായി നിന്നിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താ? ആദ്യം തന്നെ കേരള ബാങ്കാക്കി. ഞാൻ സഭയില് ഈ ബില്ല് കൊണ്ടുവന്നപ്പോ ഞാൻ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. കടാമ്പള്ളി സുരേന്ദ്രനാഥ് വകുപ്പ് വന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ കാണിക്കുന്ന അബദ്ധം. ഇത് നിങ്ങൾ പൂർണ്ണമായിട്ടും റിസർവ് ബാങ്കിന് നിങ്ങൾ വിട്ടുകൊടുക്കുകയാണ്.
ഇതിന്റെ ഫലം നിങ്ങൾക്ക് ഇനി ഒരാളെ പോലെ സഹായിക്കാൻ പറ്റും. കടകംപള്ളി പറഞ്ഞു നമുക്ക് മത്സരിക്കണ്ടേ, ആരോട്? സ്വകാര്യ ബാങ്കുകളോട് മത്സരിക്കണ്ടേ? മത്സരിക്കണ്ടേന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് അപകടമാണ്. അന്ന് കടകംപള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല, നമ്മളിപ്പോ ഈ 2 കൊല്ലം കൂടെ കഴിഞ്ഞാൽ മോളി മാറി നമുക്കൊക്കെ പങ്കാളിത്തമുള്ള സർക്കാർ വരുമല്ലോ. ഞങ്ങൾ പറഞ്ഞു എന്നാലും ഈ 2 കൊല്ലം മുന്നോട്ട് പോകണ്ടേ, ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അതൊന്നും അംഗീകരിച്ചില്ല. ഭരണകക്ഷി എംഎൽഎമാരും ഒരു സംശയം പറഞ്ഞല്ലോ. VT റഹീമേനെ ചോദിച്ചു ഇത് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും. അവസാനം മുഖ്യമന്ത്രി എഴുന്നേറ്റു ഈ കടകംപള്ളി പറയുന്നതിന് തെറ്റുണ്ടാകുന്ന വിചാരിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ എന്താ പറയാ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ഇതുപോലെ വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാര് മുഖ്യമന്ത്രിനെ കാണാൻ പോയി, ഭരണകക്ഷിക്കാര്. അവര് പറഞ്ഞു ദയവായിട്ട് ഇത് സ്വകാര്യവൽക്കരിക്കരുത്, ഞങ്ങള് ജോലിക്ക് സംരക്ഷണം നൽകണം. മുഖ്യമന്ത്രി പറഞ്ഞ എന്താ അറിയോ, നിങ്ങളുടെ ജോലിക്ക് ഞാൻ സംരക്ഷണം തരാം, പക്ഷെ ഇത് പ്രൈവറ്റൈസ് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കാനാണ് ഞാൻ ഈ കസാരയിൽ, നിങ്ങളല്ല തീരുമാനിക്കുന്നത്. ഇതൊക്കെയോടെ അവസാനം എന്തായി? ഇന്നിപ്പോ സഹകരണ മേഖലയ്ക്ക് ആരെങ്കിലും സഹായിക്കാൻ കഴിയുന്നുണ്ടോ? കാരണം കേരള ബാങ്കായി മാറി, ജില്ലാ ബാങ്കുകൾ ഇല്ലാതായി. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാടുണ്ടായിരുന്ന നെൽകർഷകരുടെ സമരത്തിൽ നെല്ലിന്റെ സബ്സിഡി കിട്ടുന്നില്ല. അവര് പറയാണ് ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നപ്പോ ആര് ഭരിച്ചാലും ശരി കൃത്യമായിട്ട് ഞങ്ങൾക്ക് സബ്സിഡി ബാങ്ക് തന്നില്ല. ഇന്ന് തന്നെ ചോദിക്കുമ്പോ അയാൾക്ക് വകുപ്പൊക്കെ മാറി, ഞങ്ങളിപ്പോ കേരള ബാങ്കിന്റെ ആൾക്കാർ. അപ്പൊ ഞാൻ MP ആയിരുന്ന സമയത്ത് ഈ ലീഡ് ബാങ്ക് യോഗത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ചിലപ്പോ റിട്ടേൺ വെച്ച് MP അധ്യക്ഷത വഹിക്കാറുണ്ട്. ആ യോഗത്തിൽ ചെല്ലുമ്പോ കാനറ ബാങ്ക് പോലെ ഫെഡറൽ ബാങ്കിനെ പോലെ തന്നെ കേരള ബാങ്കുകാരും അവിടെ തങ്ങളുടെ ലീഡ് ബാങ്കിന്റെ ആൾക്കാര് പൂർണ്ണമായിട്ടും റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാണ്. അപ്പൊ ആരെയും സഹായിക്കാൻ കഴിയാത്തൊരു പ്രസ്ഥാനമാക്കി കേരളത്തിലെ സഹകരണ മേഖലയെ മാറ്റിയത് കേരളത്തിലെ പിണറായി സർക്കാർ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 1-ാം പ്രതി സത്യം പറഞ്ഞാൽ കേരള ഗവൺമെന്റ്, 2-ാം പ്രതിയെ കേന്ദ്രത്തിലുള്ളൂ. കാരണം കേന്ദ്രം മൊത്തം കൈയിട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് നിയമം കൊണ്ടുവന്നു, ഒരു വകുപ്പുണ്ടാക്കി. ഇവിടെ അങ്ങനെയല്ല, ഉള്ളതിനെ നശിപ്പിക്കാൻ നോക്കും, ഉള്ളതിനെ നശിപ്പിക്കാൻ നോക്കുകയല്ല, നശിപ്പിച്ചു. അതിന്റെ ഭാഗമാണ് കേരള ബാങ്ക്. കേരള ബാങ്കിന്റെ അവസ്ഥ എന്താ? കേരള ബാങ്കിന്റെ പ്രതിനിധികളൊക്കെ കൂട്ടിയിട്ടല്ലോ. അതിന് മുമ്പ് നമ്മൾ ദിവസേന സമരം ചെയ്യാറുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് ഞാനൊക്കെ പങ്കെടുത്ത ഒരുപാട് സമരങ്ങൾ അവിടെ ഉണ്ട്. എന്താ അവിടുത്തെ ജീവനക്കാർക്ക് ജോലി ഉറപ്പില്ല. ജില്ലാ സഹകരണ ബാങ്കിന്ന് കേരള ബാങ്ക് ആയപ്പോ ആനുകൂല്യങ്ങൾ വലുതുമില്ല, നിലവിലുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. ഇപ്പോഴും വ്യക്തതയില്ല. ഇന്നലെ CPM-ന്റെ യൂണിയൻകാരുടെ ഇതുണ്ട്, അവര് പറയാ കേരള ബാങ്കിനെ ഔദ്യോഗിക ബാങ്കാക്കി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ അർത്ഥം കേരള ബാങ്കിനെ കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗിക ബാങ്കായി പ്രഖ്യാപിക്കണം. അങ്ങനെ ഒരു നാഷണലൈസ്ഡ് ബാങ്കിനെയും ഏകപക്ഷീയമായി അതാ പറയുന്നത് സീറ്റ് രാജിനാവെന്നാണ് കൊടുക്കുന്നത്. ഇതിന് ആർക്ക്? ക്ഷീരസംഘാചന മുമ്പ് സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ സഹകരിപ്പിക്കുന്ന ബാങ്കാണ്. ഇതൊക്കെ അങ്ങനെയല്ല. അതുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയെ തകർത്തതിന്റെ 1-ാം പ്രതി പിണറായി സർക്കാർ. ഇന്ത്യയിലെ ഈ പ്രസ്ഥാനം തകർക്കുന്നതിൽ കേരളത്തിൽ അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ആശാനൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് കാര്യമുള്ള റോളൊന്നുമില്ല. എന്താണോ പിണറായി പറയുന്നത് അത് അതേപടി അനുസരിക്കുക എന്നല്ലാതെ യാതൊരു രീതിയിലും അങ്ങോട്ടൊന്നും പറഞ്ഞുകൂടാ. കാരണം രാജാവിനോട് മുഖത്ത് നോക്കി കാര്യം പറയാൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ സിസ്റ്റം. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അന്ന് വകുപ്പ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഉള്ള വകുപ്പ് പോകാതെ നോക്കാൻ വേണ്ടി വാസവൻ എന്താണ് പിണറായി പറയുന്നത് അതാണ് വേദവാക്യം. പിണറായിക്ക് ആണെങ്കിൽ ഇപ്പോഴും തിരിച്ചിട്ടില്ല. വകുപ്പ് ഏത് വകുപ്പ് എടുത്താലും കൈയിട്ട് വരാൻ വകുപ്പുണ്ടോന്നാണ് ആദ്യം നോക്കുന്നത്. അതാണല്ലോ വയനാട്ടിലേക്ക് ബദൽ മാർഗം എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു തുരങ്കവാദം മതി, കാരണം അവിടെയും തുറക്കാനോ എല്ലായെങ്കിലും തുറക്ക് നടപ്പാണ്. ചുരുക്കം പറയാൻ ഒരു തുരപ്പൻ ഭരണകൂടമായി പിണറായി ഭരണകൂടം മാറി. അതിനെതിരായിട്ടുള്ള സഹകരണ ജീവനക്കാരുടെ പ്രതിഷേധമാണ് ഇന്നിവിടെ ചേർന്ന ഈ സമരം എന്ന് പറയുന്നത്. ഇത് വിജയിച്ചേ നമ്മൾ നടങ്ങുള്ളൂ. കാരണം സഹകരണ മേഖല തകർക്കാൻ പറ്റും. സഹകരണ മേഖല തകർന്നാൽ കേരളം തകരും, സാമ്പത്തിക രംഗം തകരും, മൊത്തം തകരും. അതിനെതിരായിട്ടുള്ള ഈ കൂട്ടായ്മയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായി പറഞ്ഞു.
ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം. അധ്യക്ഷൻ, സീനിയർ കോൺഗ്രസ് നേതാവ്, സഹകരണ ജനാധിപത്യ വേദിയുടെ ചെയർമാൻ ശ്രീ കരകുളം കൃഷ്ണപിള്ള അവர்கள், കൺവീനർ ശ്രീ KPTD, എംപ്ലോയീസ് ഫ്രണ്ടിന്റെ സഹകരണ ജീവനക്കാരുടെ സംഘടനാ ഭാരവാഹികൾ, സംസ്ഥാനത്തുടനീളം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ സഹകാരി സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, കേരളത്തിന്റെ സഹകരണ മേഖല അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. സഹകരണ മേഖലയെ തകർക്കുവാൻ ആസൂത്രിതമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന തീരുമാനങ്ങൾക്കൊപ്പം സംസ്ഥാന സർക്കാരും സ്വീകരിക്കുന്ന നിലപാടുകൾ സഹകരണ മേഖലയ്ക്ക് ഗുരുതരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചു വരുന്നത്. കേരള ബാങ്ക് രൂപീകരണത്തിൽ തന്നെ തുടങ്ങുന്നു കേരള സഹകരണ മേഖലയുടെ പ്രതിസന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും സഹകരണ മേഖലയുടെ ജനാധിപത്യത്തെ തകർത്ത് സഹകരണ മേഖലയെ അധികാര കേന്ദ്രീകരണത്തിലേക്ക്, വികേന്ദ്രീകരണമാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം. അപ്പൊ വളരെ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ജില്ലാ ബാങ്കുകളുടെ മുഴുവൻ പ്രവർത്തനം തകർത്ത് സഹകരണ പ്രസ്ഥാനത്തെ കേന്ദ്രീകൃത സ്വഭാവത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ എത്തിക്കുവാനുള്ള ഒരു നടപടിയായിരുന്നു കേരള ബാങ്ക് രൂപീകരണം. കേരള ബാങ്ക് രൂപീകരണ സമയത്ത് തന്നെ ഇത് കേരളത്തിന്റെ സഹകരണ മേഖല സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതാണ്. ഇന്ന് ആ മുന്നറിയിപ്പുകളെല്ലാം തന്നെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ സഹകരണ മേഖലയുടെ നട്ടലൊടിക്കുക. ഇപ്പൊ തന്നെ സഹകരണ പ്രാഥമിക സംഘങ്ങളുടെ ഡിപ്പോസിറ്റ് കേരള ബാങ്ക് നൽകുന്ന പ്രാഥമിക സംഘങ്ങൾ സമാഹരിക്കുന്ന നിക്ഷേപം, ഈ നിക്ഷേപത്തിന് പലിശ വർദ്ധിപ്പിച്ച് നൽകേണ്ടത് പ്രാഥമിക സംഘങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമാണ്. ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൂടി വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ സാന്ദർഭികമായി സ്വാഗതം ചെയ്യുന്നു. DC പ്രസിഡന്റ് ശ്രീ പാലോട് രവി അവർ. പ്രാഥമിക സംഘങ്ങൾക്ക് സമാഹരിക്കുന്ന നിക്ഷേപങ്ങൾക്ക് കേരള ബാങ്ക് പലിശ കൂട്ടി നൽകുക എന്നതിന് സ്വാഭാവിക രീതി സംസ്ഥാന സർക്കാർ അതിന് തയ്യാറല്ല. എന്നാൽ അതേ സമയത്ത് തന്നെ പ്രാഥമിക സംഘങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകൾ നിരവധി എണ്ണം സ്വീകരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സഹകരണ വകുപ്പിന്റെ ഒരു ഉത്തരവ്. സാധാരണഗതിയിൽ കേരള ബാങ്ക് പ്രാഥമിക സംഘങ്ങൾക്ക് നൽകുന്ന തുക, വായ്പാ തുക, അതിൽ പല കാരണങ്ങൾ കൊണ്ട് വീഴ്ചയുണ്ടായാൽ ഒരു വൺ ടൈം സെറ്റിൽമെന്റ് അനുവദിക്കുക എന്നത് ഒരു സ്വാഭാവിക നീതിയാണ്. ഇവിടെ വ്യക്തിഗത വായ്പ മുടക്കുന്ന വായ്പകൾ എടുക്കുന്നവർക്ക് വൺ ടൈം സെറ്റിൽമെന്റ് അനുവദിക്കുന്ന ഗവൺമെന്റ് പ്രാഥമിക സംഘങ്ങളെ സംബന്ധിച്ച് അത്തരത്തിൽ ഒരു ആനുകൂല്യവും നൽകില്ല എന്ന് നിർബന്ധത്തിലാണ്. അപ്പൊ സ്വീകരിക്കുന്ന ഓരോ നിലപാടുകളും കേരളത്തിന്റെ സഹകരണ മേഖലയുടെ തകർച്ചയിലേക്ക് വഴിതെളിക്കുന്ന സാഹചര്യമാണ്. കൂടാതെ സഹകരണ മേഖലയിൽ കോൺഗ്രസും UDF-ഉം ഐക്യ ജനാധിപത്യ മുന്നണിയും സഹകരണ മേഖലയിൽ പരമാവധി ഗവൺമെന്റുമായി സഹകരിച്ചു പോകുന്ന മേഖലയിൽ യോജിക്കാവുന്ന മേഖലയിൽ യോജിക്കാം എന്ന സമീപനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനവും അത് തന്നെയാണ്. പക്ഷെ ഗവൺമെന്റിന്റെയും CPM-ന്റെയും സമീപനം എന്താ? ഗവൺമെന്റിന്റെയും CPM-ന്റെയും സമീപനം കിട്ടാവുന്ന കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളെ ഏകപക്ഷീയമായി അക്രമമാർഗങ്ങളിലൂടെ പിടിച്ചെടുക്കുക എന്നതാണ് CPM സ്വീകരിച്ചിരിക്കുന്ന സമീപനം. കഴിഞ്ഞ ദിവസം ചേവായൂർ ബാങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ അക്രമം കേരള ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തതാണ്. ബഹുമാനായ MK രാഘവ നേതാക്കന്മാർ, അവിടെ KPCC-യുടെ ഭാരവാഹികൾ, ഇവരെല്ലാം അതിക്രൂരമായിട്ടാണ് വർദ്ധിച്ചത്. ഒരു ബാങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടി 2-3 ജില്ലകളിലെ CPM പ്രവർത്തകരെ മുഴുവൻ അണിനിരത്തി, CPM പ്രവർത്തകരെ മാത്രമല്ല കിട്ടാവുന്ന കൊട്ടേഷൻ ഗുണ്ടകളെ മുഴുവൻ അണിനിരത്തി
വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി ആക്രമിച്ച് അവരെ ആട്ടി ഓടിച്ച് ഏകപക്ഷീയമായി ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന രീതിയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കണ്ടത്. കോഴിക്കോട്ടെ മാത്രം രീതിയല്ല, പത്തനംതിട്ട ജില്ലയിൽ 20-ൽ പരം സഹകരണ സ്ഥാപനങ്ങളാണ് ഗുണ്ടകളെ അണിനിരത്തിക്കൊണ്ട് CPIM പിടിച്ചെടുത്തത്. ഈ പിടിച്ചെടുത്തിട്ട് എന്താണ് നടക്കുന്നത്? സഹകരണ മേഖലയിൽ ഗവൺമെന്റ് സ്പോൺസേഡ് അഴിമതി, ഗവൺമെന്റ് സ്പോൺസേഡ് അഴിമതി എന്ന് പറയുമ്പോൾ അതിൽ പാർട്ടിയാണ് അഴിമതി നടത്തുന്നത്. ആ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകൾ അത് നമ്മുടെ മുമ്പിൽ വ്യക്തമാണ്. എത്രയെത്ര സഹകരണ സ്ഥാപനങ്ങളിലാണ് CPM നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുകയും ആ തട്ടിപ്പിനെ സംരക്ഷിക്കുവാൻ വേണ്ടി കേന്ദ്ര ഭരണകക്ഷിക്കൊപ്പം നിന്ന് BJPയെ തെരഞ്ഞെടുപ്പിൽ പോലും സഹായിച്ചാണ് ED അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും CPM നേതാക്കന്മാർ രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പൊ തൃശ്ശൂരിൽ തന്നെ കരിമന്നൂരിലെ തട്ടിപ്പിന് CPM കൊടുത്ത പ്രതിഫലമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കായി പൂരം കലക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ ബാങ്ക് തട്ടിപ്പിന് പിന്നിൽ നൂറുകണക്കിന് കോടി രൂപയുടെ തട്ടിപ്പിന് പിന്നിൽ CPMന്റെ ഉന്നത നേതൃത്വമുണ്ട് എന്നത് സത്യമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ജയിലിൽ പോകാതിരിക്കാനുള്ള മാർഗം കേന്ദ്ര ഭരണകർത്താക്കൾക്ക് പരമാവധി സഹായം കൊടുക്കുക, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി എല്ലാ സഹായവും നൽകുക, തൃശൂർ പൂരം ഉൾപ്പെടെ കലക്കുകയാണെങ്കിലും സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇതിന്റെ എല്ലാത്തിന്റെ മൂല കാരണം ചെന്നു നിൽക്കുന്നത് സഹകരണ മേഖലയിലെ അഴിമതിയാണ് എന്ന കാര്യത്തിൽ സംശയം തന്നെ വേണ്ട. സംസ്ഥാനത്ത് സഹകരണ മേഖലയുടെ വിശ്വാസ്യത ഇത്തരത്തിൽ ഇവർ സ്വീകരിക്കുന്ന നിലപാടുകൾ കാരണം നിക്ഷേപകർ ഉൾപ്പെടെ ആശങ്കയിലാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ സഹകരണ മേഖലയിൽ രാഷ്ട്രീയം കലർത്താൻ ഇവർ നടത്തുന്ന ശ്രമങ്ങൾ സഹകരണ മേഖലയുടെ തകർച്ചയിലേക്കും വഴിതെളിക്കുന്നു. ഇതിനെതിരെയാണ് സഹകരണ ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നമുക്ക് ഈ പ്രക്ഷോഭം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. സഹകരണ മേഖലയുടെ ജനാധിപത്യം ഉറപ്പുവരുത്തുക, അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക, കേരള ബാങ്കിന്റെ പ്രാഥമിക സംഘങ്ങളോട് സഹകരണ സ്ഥാപനങ്ങളോട് വെച്ചു പുലർത്തുന്ന നിഷേധാത്മകമായ സമീപനം അവസാനിപ്പിക്കുക, ജീവനക്കാർക്ക് ഉൾപ്പെടെ ലഭിക്കാനുള്ള ഒരു ആനുകൂല്യവും സമീപകാലത്ത് സഹകരണ മേഖലയിൽ ജീവനക്കാർക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ലാണ് അതിന്റെ യാഥാർത്ഥ്യം. സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യവും നിഷേധിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ വലിയ ഒരു സംയോജിതമായ ഒരു പ്രക്ഷോഭം സഹകരണ മേഖലയിലെ ജീവനക്കാരും നിക്ഷേപകരെയും സഹകാരികളെയും ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് കേരളത്തിന് നട്ടല്ലായ ഈ മേഖലയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് സഹകരണ ജനാധിപത്യ വേദി നൽകുന്ന ഈ ഒരു തുടക്കത്തിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയുമുണ്ട്. വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ കൂടി പരിപൂർണമായ സഹകരണത്തോടു കൂടി നമ്മൾ ഈ മേഖലയിലെ പ്രക്ഷോഭം വ്യാപിപ്പിച്ച് സഹകരണ മേഖലയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടങ്ങൾ തുടരുമെന്ന് മാത്രം പറയുന്നു. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. എത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. അധ്യക്ഷനുമായ ശ്രീ കരകുളം, KPCC സംഘടന ജനറൽ സെക്രട്ടറി ശ്രീ യു, ACC പ്രസിഡന്റ് ശ്രീ മാരൂർ രവി, KPCC ജനറൽ സെക്രട്ടറി ശ്രീ ചന്ദ്രൻ, ശ്രീ ഉദയശശി, ശ്രീ ദേവി ഉൾപ്പെടെയുള്ള സ്നേഹമുള്ള നേതാക്കന്മാരെ സംസാരത്തിന് പരിമിതി പ്രഖ്യാപിച്ചതുകൊണ്ട് ദീർഘമായി പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെയും ഇന്ത്യയിലെയും സഹകരണ മേഖല ഒരു ശവപ്പുറമ്പായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ. കേരളത്തിലെ സഹകരണ മേഖല മുഴുവൻ പിടിച്ചെടുക്കുവാനുള്ള ബലപ്രയോഗങ്ങളിലൂടെ സഹകരണ പ്രസ്ഥാനത്തിനെ CPMന്റെ ഘടക സംഘടനയാക്കി മാറ്റുവാനുള്ള ഒരു സാഹചര്യമാണ് ഗവൺമെന്റ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സഹകാരികളുടെയും നിക്ഷേപകരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. വിശ്വാസികളുടെയും സഹകാരികളുടെയും നിക്ഷേപകരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഈ പ്രസ്ഥാനത്തിന് നിലനിൽപ്പുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട ഒരു കാലഘട്ടം.
ഞാൻ സൂചിപ്പിച്ചത് കേന്ദ്രവും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പാണ് റിസർവ് ബാങ്കിന്റെ ചെയർമാൻ ശക്തികാന്ത ദാസിനെ മാറ്റിയ കാരണം വളരെ വ്യക്തമാണ്. റിസർവ് ബാങ്കിൽ പോലും ഇക്കാലം അത്രയും സൂക്ഷിച്ചു വന്ന നിയമ പ്രശ്നങ്ങളെല്ലാം മൈലേറ്റ് ചെയ്തു. കരുതൽ ധനം റിസർവ് ബാങ്കിന്റെ ചോർത്തിക്കൊണ്ടുപോയിരിക്കും. പിന്നെ റിസർവ് ബാങ്കിന് എന്താണ് അടിത്തറ? റിസർവ് ബാങ്കിന്റെ കരുതൽ ധനം ചോർത്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണ സംവിധാനം അടിത്തറയിലായി അത് അടിമപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അതുവരെ ചെയ്തിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ്. മാത്രമല്ല, മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ കൊണ്ടുവന്ന് സംസ്ഥാനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മാറിയപ്പോൾ ഇവിടെ പ്രാകൃതമായ സഹകരണ പ്രക്രിയകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനടുത്ത് ഒരു ബാങ്കിൽ സ്വർണം സഞ്ചികൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ചെറിയ കാര്യത്തിൽ വർഷങ്ങളായി പടപൊരുതി കോൺഗ്രസ് ഒന്നും ചെയ്തില്ല. ഭരണകക്ഷി CPM-കാരായതുകൊണ്ട് അവർക്ക് പൂർണ്ണമായും സംരക്ഷണം. അതുപോലെ തന്നെ ഇപ്പോൾ എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ നേമം കോഓപ്പറേറ്റീവ് സഹകരണ ബാങ്ക്, അവിടെ കോടിക്കണക്കിന് രൂപ ഭരണകക്ഷിക്കാരായ CPM തട്ടിക്കൊണ്ടുപോയി. ഏറ്റവും അവസാനം ഒത്തുതീർപ്പ് എന്താണെന്ന് അറിയാമോ? CPM നിക്ഷേപകർക്ക് കുറെ പൈസ കൊടുക്കണം, മറ്റുള്ളവർക്ക് പൈസ കൊടുക്കണ്ട. ഇതാണ് അതിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥ. എങ്ങനെ ഇരിക്കുന്നു സഹകരണം? പാവപ്പെട്ട റിട്ടയർ ചെയ്യുന്ന ജീവനക്കാർ, പാവപ്പെട്ട കർഷക തൊഴിലാളികൾ, പാവപ്പെട്ട സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവർ, അവർക്കെക്കാനും ചെയർമാൻ കരകോണം കൃഷ്ണൻകുട്ടിയേട്ടൻ, ഏറെ ബഹുമാനപ്പെട്ട KPCCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ലിജുവേട്ടൻ, ജനറൽ സെക്രട്ടറിമാരായ സുബോധൻ സാർ, ചന്ദ്രേട്ടൻ, DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ വിശിഷ്ട നേതാക്കന്മാരെ, വ്യക്തിത്വങ്ങളെ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ഓഡിറ്റേഴ്സ് അസോസിയേഷന്റെ ചരിത്രത്തിലെ ഒരു ഏറ്റവും മനോഹരമായ ദിവസത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം കഴിഞ്ഞ 8 വർഷക്കാലമായി ഈ സഹകരണ വകുപ്പിൽ ഓൺലൈൻ സ്ഥലം മാറ്റം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ചെയ്ത് 3 വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഓൺലൈൻ സ്ഥലം മാറ്റം നടപ്പിലാക്കിയ ദിവസമാണ് ഇന്നത്തെ ദിവസം എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ട് ഞാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ സഹകരണ മേഖലയിലെ സഹകരണ സംഘങ്ങളെ തങ്ങളുടെ വരുതിയിൽ കേരളത്തിലെ CPM കണ്ടുവച്ചിരിക്കുന്നത് സഹകരണ വകുപ്പിലെ ജീവനക്കാരെയായിരുന്നു. സഹകരണ വകുപ്പിലെ ജീവനക്കാരെ വെച്ച് ഈ ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ ഈ മേഖലയില് ജനാധിപത്യം ഇല്ലാതാക്കാൻ ശ്രമിച്ച CPM-ന് കോടതി കൊടുത്ത ഏറ്റവും വലിയ അടിയായിരുന്നു സഹകരണ വകുപ്പിൽ ഓൺലൈൻ സ്ഥലം മാറ്റം നടത്താൻ അന്ത്യശാസനം നൽകി നാളെ രാവിലെ 11 മണിക്ക് സഹകരണ സംഘ രജിസ്ട്രാർ നേരിട്ട് കോടതിയിൽ ഹാജരാകണം എന്ന് കോടതി ആവശ്യപ്പെട്ടു. അതിനു മുമ്പ് ഇന്നലെ രാത്രി 10 മണിക്ക് കേരളത്തിലെ സഹകരണ വകുപ്പിൽ ചരിത്രത്തിലാദ്യമായി ഓൺലൈൻ സ്ഥലം മാറ്റം നടപ്പിലാക്കാൻ ഗവൺമെന്റ് നിർബന്ധിതരായി. ഇതിന് ഞങ്ങളെ ഏറെ സഹായിച്ച സഹകരണ ജനാധിപത്യ വേദി, അതേപോലെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ നിയമസഭാ സാമ്രാജ്യം ഉൾപ്പെടെയുള്ള എല്ലാവരും ആത്മാർത്ഥമായി ഞങ്ങളെ സഹായിച്ചു. അതിനോടുള്ള നന്ദി കൂടി ഈ വേദിയിൽ അർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നാളെയും നൽകണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മേഖലയിൽ ജനാധിപത്യം ഇല്ലാതാക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരു സർക്കാരിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഇനി ഒരു പത്തനംതിട്ട ആവർത്തിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഇനി ഒരു കോഴിക്കോട് ചേവായൂർ ഉണ്ടാവരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായി ഇന്നത്തെ ഈ സമരം കാഹളം മുഴങ്ങി കേൾക്കണം. ഈ സമരം തുടരണം. എല്ലാവിധ ആശംസകളും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ഓഡിറ്റേഴ്സ് അസോസിയേഷന്റെ പേരിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് പാലോട് ജില്ല ഉൾപ്പെടെ ബഹുമാനായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനവിശ്വാസമുള്ള നിരവധി സഹകാരികളുടെ ദീർഘകാലത്തെ പ്രവർത്തനം കൊണ്ടാണ് കേരളത്തിലെ സഹകരണ മേഖല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി എല്ലാ മേഖലകളിൽ സ്പർശിച്ച് വളർന്നു വന്നത്. സഹകരണ വേദിയുടെ പ്രസിഡന്റ് ശ്രീ കരകോണം കൃഷ്ണപിള്ള, ബഹുമാനനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന അഡ്വക്കേറ്റ് ലിജു, ശ്രീ സുബോധൻ ഉൾപ്പെടെ പാർട്ടിയുടെ ഭാരവാഹികളെ, സഹകരണ വേദിയുടെ
നേതാക്കന്മാരെ, സഹകാരിയെ, ഈ സമരം ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുന്ന മേഖലയിലെ വിശ്വാസ്യത അത് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള സമരമാണ്. കേരളത്തിൽ ഒരുപക്ഷെ രാജ്യത്തിനായി നമ്മുടെ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും വലിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റമായിരുന്നു സഹകരണ പ്രസ്ഥാനം. നമ്മൾ കേരള ദേശീയ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരാണ് ഈ സമാന്തര, ഞാൻ എന്ന് തന്നെ പറയുന്നു, സഹകരണ സമ്പദ് വ്യവസ്ഥയ്ക്ക് നമ്മുടെ രാജ്യത്തിന് നേതൃത്വം നൽകി. 100% വിശ്വാസ്യതയായിരുന്നു. അത് ഡെപ്പോസിറ്റ് ആയിരുന്നാലും, ആ ഡെപ്പോസിറ്റിന്മേൽ വായ്പകൾ കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാലും, ഒരു പുതിയ സഹകരണ സംസ്കാരം നമ്മുടെ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരു മഹാപ്രസ്ഥാനത്തെ തകർത്തെറിയുന്ന ഒരു ചിത്രമാണ് ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ, കേരള ബാങ്ക്. കേരള ബാങ്ക് രൂപീകരണത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ, കേരളത്തിലെ സഹകാരികളെ വിശ്വസിപ്പിച്ചത് ലോകത്തിന് മാതൃകയായി ഒരു സഹകരണ ബാങ്ക് വരുന്നു എന്നാണ്. എന്താ കേരള ബാങ്കിന്റെ ഇന്നത്തെ അവസ്ഥ? കേരള ബാങ്ക് ഓരോ നിമിഷം കഴിയുന്നവരും ശ്രീ ശ്യാമക്ക് ഇവിടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. തകർന്നുകൊണ്ടിരിക്കുന്നു. ഇല്ലാ സഹകരണ ബാങ്കുകളുടെ അപ്പക്സ് ബോഡി എന്നുള്ള നിലയിൽ കേരളത്തിൽ എത്രയോ വർഷക്കാലം സംസ്ഥാന സഹകരണ ബാങ്ക് കേരളത്തിലെ പ്രാഥമിക സംഘങ്ങൾക്കും ജില്ലാ സഹകരണ ബാങ്കുകൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന കേരളത്തിലെ സഹകരണ ബാങ്ക് അത് കേരള ബാങ്കായി ഇന്ന് ആ ബാങ്ക് ഓരോ ദിവസം കഴിയുന്തോറും നോക്കുകുത്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. നേതൃത്വം കൊടുക്കേണ്ട, മാതൃക കാണിക്കേണ്ട കേരള ബാങ്ക്, നിങ്ങൾക്കറിയാമോ, ഈ അടുത്ത കാലത്ത് ഒരു പരീക്ഷണം നടത്തി. 14% പലിശ. കേരളത്തിലെ കർഷകരുടെ സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സഹകരണ ബാങ്കുകൾക്കും ജില്ലാ സഹകരണ കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകൾക്കും എല്ലാ സഹകരണ പ്രസ്ഥാനങ്ങൾക്കും മാതൃകാകേണ്ട ഈ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഏറ്റവും വലിയ നിസ്സഹകരണം എന്തായിരുന്നു എന്നറിയാമോ? ലോകത്തൊരിടത്തും കേട്ട് കഴിവില്ലാത്ത പലിശ ഈ സഹകരണ ബാങ്ക് കേരളത്തിലെ കൃഷിക്കാരുടെ മേൽ, സഹകാരികളുടെ മേൽ, സാധാരണക്കാർ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് 14% പലിശ പ്രഖ്യാപിച്ചു. കേരളത്തിൽ എത്ര ഉദാഹരണങ്ങൾ. എന്തിനാ ഈ സഹകരണ ബാങ്ക് പിടിച്ചെടുക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ഈ വിശ്വാസ്യതയുടെ കേന്ദ്രം, പെൻഷൻ പറ്റി പിരിയുന്നവൻ, നാട്ടിൽ നമുക്കറിയാം സീനിയർ സിറ്റിസൺസ്, അല്പസ്വല്പം നാട് വിട്ടുപോയി വരുമാനമുണ്ടാക്കി തിരിച്ചു വരുന്നവൻ, അവന്റെ ജീവിത സമ്പാദ്യം, ഇത് മുഴുവനും ഒരു ബാങ്കിൽ കൊണ്ട് സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിക്കണമെങ്കിൽ അത് ആ സഹകരണ സ്ഥാപനം നടത്തുന്നവന്റെ വിശ്വാസ്യതയാണ്, മറ്റൊന്നുമല്ല. അത് നടത്തുന്ന ആ പ്രദേശത്തെ ഏറ്റവും വലിയ സഹകാരികളുടെ വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യത മുഴുവനും തകർക്കുന്ന ഒരു ഭരണകൂടമായി ഈ ഭരണസിരാ കേന്ദ്രം മാറിയിരിക്കുന്നത് കൊണ്ടാണ് സഹകരണ മേഖലയെ രക്ഷിക്കാൻ കേരളത്തിലെ സഹകരണ വേദി ശ്രീ കരുണാകരന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഈ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഒട്ടനവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഒട്ടനവധി ഉദാഹരണങ്ങൾ. പിടിച്ചെടുക്കൽ മാത്രമല്ല, കൂട്ടത്തോടെ ഇവിടെ കിടക്കുന്ന ഫണ്ട് പാവപ്പെട്ടവന്റെ ഫണ്ട് വകമാറ്റി ചെലവാക്കുകയാണ്. എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇതിനെതിരായി ആരംഭിച്ചിരിക്കുന്ന കേരളത്തിന്റെ സമാന്തര സഹകരണ സമ്പദ് വ്യവസ്ഥയെ, കേരളത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഈ മേഖലയെ എല്ലാത്തിനുമുപരി കേരളത്തിന്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ നോക്കുകുത്തിയ, കേരളത്തിന്റെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നോക്കുകുത്തികളാണ്. എന്തൊക്കെയും എന്ന് വേണ്ട എല്ലാ പരീക്ഷകളിലും റാങ്ക് വാങ്ങി നമ്മുടെ പുതിയ തലമുറ നാടിനും വീടിനും ഭാരമായി നിൽക്കുന്നു. ആ മേഖലയിൽ ലക്ഷോപലക്ഷം ആളുകൾക്ക് ജോലി നൽകിയ, ഒരുപക്ഷെ രാജ്യത്തിന് തന്നെ മാതൃകയായി ലക്ഷോപലക്ഷം കുട്ടികൾക്ക് ജോലി നൽകിയ ഒരു സ്ഥാപനമാണ് കേരളത്തിലെ സഹകരണ മേഖല. അതെല്ലാം നിന്നു. അവിടെയെല്ലാം അനാവശ്യമായ പിൻവാതിൽ നിയമനം,
അവിടെയെല്ലാം സഹകരണ പ്രസ്ഥാനത്തിന്റെ വേറെടുക്കുന്ന തരത്തിലേക്കുള്ള ഈ പെരുമാറ്റത്തിനെതിരായി, നീക്കത്തിനെതിരായി സഹകരണ മേഖലയെ രക്ഷിക്കുക, സേവ് കോപ്പറേറ്റീവ് സെക്ടർ എന്ന ഈ നാടിന്റെ മുദ്രാവാക്യം, സഹകാരികളുടെ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരരംഗത്ത് ഇറക്കിത്തിരിച്ചിരിക്കുന്നത്. ലിജു ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും കേരളത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പൂർണ്ണ പിന്തുണ ഇതിനുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ സഹകാരികളെയും തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യും. സമര പോരാളികളായി നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ പഠിക്കുന്ന ജീവനക്കാരുടെ ഉൾപ്പെടെ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന ജീവനക്കാർ കൊടുക്കില്ല, ലീവ് സെന്റർ കൊടുക്കില്ല. അവരെ ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചു വെച്ചുകൊണ്ട് അവർ നിരന്തരമായ പോരാട്ടം നമ്മുടെ സഹകരണത്തിനും പോയി നടത്തിയതാണ് കഴിഞ്ഞ മാസത്തിൽ. ഒട്ടനവധിയായ വിഷയങ്ങൾ ഇതിനൊന്നും ഒരു പരിഹാരവുമില്ലാതെ നമ്മുടെ സംസ്ഥാന തകർക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായി അതിശക്തമായ പോരാട്ടത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നമ്മുടെ പലതവണ നമ്മുടെ നിരവധിയായ പരിപാടികൾ നടത്തിയതുകൊണ്ട് ഇതൊരിക്കൽ കൂടി സഹപ്രവർത്തകരെ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു. നമ്മുടെ 14 ജില്ലകളിലുമുള്ള സഹകരണ ജനാധിപത്യ ജീവനക്കാരുടെ സംഘടനകൾ കൂടി യോജിച്ചുകൊണ്ട് 14 ജില്ലകളിലും അവിടെയുള്ള സഹകരണ വകുപ്പിന്റെ ജില്ലാ ഓഫീസുകളായ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസുകൾക്ക് നമുക്ക് ധർണ നടത്തണം. അതിന്റെ തീരുമാനം ഇന്ന് നയപരമായ തീരുമാനം സംസ്ഥാന സമിതി നമ്മൾ കൈക്കൊള്ളുന്നതാണ്. അതിന് നിരന്തരമായ പോരാട്ടങ്ങൾ കൂടി ഈ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനും അതുപോലെ കേരളത്തിലെ സഹകരണത്തിനെ പരിരക്ഷിക്കാനും അതിന്റെ വിശ്വാസം വീണ്ടെടുക്കാനും കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാക്കാൻ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണാ പരിപാടിയിൽ നമുക്ക് എത്തിച്ചേരേണ്ട നിരവധിയായ പ്രവർത്തനങ്ങൾ എത്തിച്ചേരാനുള്ള സമയം ഒരുപാട് അതിക്രമിച്ചതുകൊണ്ട് ആണ് നമ്മൾ യോഗം ആരംഭിച്ചത്. ഇവിടെ ഈ ബഹുമാനപ്പെട്ട ശ്രീ സംഘടനാ ഇവിടെ എത്തിച്ചേർന്നിട്ട് ഈ സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് ശ്രീ ലിജുവിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.